മലയാളം യൂട്യൂബിൽ ഒരു പക്ഷേ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ഒരു മെഷീനെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇത് മലയാളികൾക്ക് അത്ര സുപരിചിതമായ മെഷീൻ അല്ല. എന്നാൽ വിദേശത്തുള്ള മറ്റ് സംസ്ഥാനത്തിലുള്ള മലയാളികൾക്ക് ഈ മെഷീൻ പരിചിതമായിരിക്കും, അവർ ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഈ മെഷീന്റെ കൂടെ തന്നെ ഒരു അടിപൊളി ബിസിനസ് സാധ്യതയുണ്ട്. ആ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സാധ്യത തെളിഞ്ഞു വരുന്നതായി കാണാൻ പറ്റും. ആദ്യം മെഷീന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും തരുന്നത്, അതിനുശേഷമായിരിക്കും അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ ഇല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ച്, അത്തരത്തിലുള്ള മെഷീനുകളെ കുറിച്ച് ഒക്കെയുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇതും അതുതന്നെയാണ്. ലൈക്ക് ചെയ്യാതെ പോകരുത്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ലേസർ ക്ലീനിങ് മെഷീനാണ്. എന്താണ് ഈ ലേസർ ക്ലീനിങ് മെഷീൻ? അത് ആദ്യം പറയാം. പലതരത്തിലുള്ള അഴുക്കുകൾ, മാലിന്യങ്ങൾ, തുരുമ്പ്, പെയിന്റ്, കോട്ടിങ്ങുകൾ, ഇങ്ങനെ പല കാര്യങ്ങൾ പല രൂപത്തിൽ നമ്മളുടെ മുമ്പിലുണ്ട്. ഇരുമ്പാണെങ്കിൽ അതിൽ തുരുമ്പ് പിടിക്കും, സ്റ്റീലാണെങ്കിൽ അതിൽ മാലിന്യങ്ങൾ വന്ന് കൂടും, സ്റ്റീലാണെങ്കിൽ അതിൻ്റെ കളർ പോകുന്നു, ഇനി അതല്ല അലുമിനിയം ടൈപ്പ് ആണെങ്കിൽ അതിൻ്റെ കളർ കുറയുന്നു, ഇല്ലെങ്കിൽ അത് അഴുക്കാണ് മൊത്തം. അങ്ങനെ വരുന്ന എല്ലാത്തരം കോട്ടിങ്ങുകൾ, ഇനി അതിലൊക്കെ പെയിന്റ് പിടിച്ചിട്ടുണ്ട്, ഇളകി പോകുന്നില്ല എങ്കിൽ, ഇങ്ങനെയുള്ള ഉപരിതലത്തിൽ നിന്ന് മാലിന്യങ്ങൾ, തുരുമ്പ്, പെയിന്റ്, കോട്ടിങ്ങുകൾ, അതുകൂടാതെയുള്ള അവശിഷ്ടങ്ങൾ എന്നിവ, അങ്ങനെയുള്ള അനാവശ്യ ഘടകങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ലേസർ ക്ലീനിങ് മെഷീനുകൾ. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ അതിന്റെ ഉപരിതലത്തിന് കേടുകൂടാതെ അതിലേക്ക് ലേസർ രശ്മികൾ അയച്ച് ആ ഉപരിതലത്തിലുള്ള അഴുക്കുകളെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അത് ഒന്നുകില്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്തു പോകുന്നു, അല്ലാത്ത പക്ഷം കത്തിച്ചു കളയുന്നു. ആ രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു രീതിയായിട്ടാണ് ഇന്റർനാഷണലി കണക്കാക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. തുരുമ്പ് നീക്കം ചെയ്യാൻ, സാധാരണഗതിയിൽ ലോഹപ്രതലങ്ങളിൽ നിന്ന് തുരുമ്പ് നീക്കം ചെയ്യാൻ ഈ ക്ലീനിങ് ഫെസിലിറ്റി നല്ലതാണ്. ഈ ലേസർ മെഷീന്റെ ഊർജം അത് തുരുമ്പിനെ ആഗിരണം ചെയ്ത് അതിനെ ബാഷ്പീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ശുദ്ധമായ ലോഹം അല്ലെങ്കിൽ അതിന്റെ പ്രതലം നമുക്ക് തിരിച്ചു തരുന്നു. ഇനി രണ്ടാമത്തത് പെയിന്റ്. ഞാൻ പറഞ്ഞതാണ്, പെയിന്റ് സ്ട്രിപ്പിങ്. നമ്മുടെ സാധാരണ ലോഹത്തിന് ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, അതിന്റെ മുകളിൽ ആ ലോഹത്തിന് അല്ലെങ്കിൽ ആ പദാർത്ഥത്തിന് ഒരു കേടുപാടും വരുത്താതെ അതിന്റെ ഉപരിതലത്തിൽ നിന്ന് പെയിന്റ് അല്ലെങ്കിൽ കോട്ടിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ ഈ മെഷീന് വലിയ കഴിവാണ്. പ്രത്യേകിച്ച് നമ്മളുടെ വാഹനങ്ങൾ അറിയാമല്ലോ, ഒരു കാറാണെങ്കിൽ പോലും അതിൻ്റെ എവിടെയെങ്കിലും ഒരു തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുരുമ്പ് കയറുകയായി. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മാറ്റിയെടുക്കാൻ സാധാരണ ഇപ്പം നമ്മൾ ഡെന്റിങ്, പെയിന്റിങ്ങിനൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ സാൻഡ് പേപ്പർ പോലെയുള്ള കാര്യങ്ങളിട്ട് പിടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ലേസർ മെഷീൻ ഉണ്ടെങ്കിൽ വിതിൻ നോ സെക്കൻഡ്സ് അവിടുത്തെ തുരുമ്പ് എടുത്തു കളയും. ഫേസ് ക്ലിയർ ആയിരിക്കും. നമുക്ക് കൂടുതൽ അത് സ്മൂത്ത് ആകേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇങ്ങനെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി, ഇല്ലെങ്കിൽ എയറോസ്പേസ് ഇൻഡസ്ട്രി, കപ്പൽ നിർമ്മാണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മെഷീൻ ഈ ടൈപ്പ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത്. ഇനിയുണ്ട് വലിയ വ്യവസായ യൂണിറ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെയുള്ള വലിയ വലിയ മെഷീനറികൾ ചിലപ്പോൾ കാലങ്ങളായി കാണും അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട്. അതിൻ്റെ മിക്ക ഭാഗത്തും തുരുമ്പും കാര്യങ്ങളും അഴുക്കും പെയിന്റും ഒക്കെ ആയിരിക്കും. അതിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു കാര്യത്തിനും ഒരു കോട്ടവും തട്ടാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഈ മെഷീൻ കൊണ്ട്. ലോഹങ്ങൾ ക്ലീൻ ചെയ്യാം, കോൺക്രീറ്റ് ക്ലീൻ ചെയ്യാം, എവിടെ വേണമെങ്കിലും ഏത് പ്രതലം വേണമെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യമാണ് നമ്മളുടെ മോണ്യുമെന്റ്സ്, അതായത് ചരിത്രപരമായ പുരാവസ്തുക്കൾ. ഈ പുരാവസ്തുക്കൾക്കൊക്കെ, അതായത് ഒരു ബിൽഡിംഗ് ആണെങ്കിൽ പോലും അതിനെ ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ വലിയ പാടാണ്. അതിന് ഒരു കേടുപാട് പോലും സംഭവിക്കാതെ പുനരുദ്ധാരണം നടത്താം. അമ്പലങ്ങൾ, പള്ളികൾ, അവയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ വലിയ പാടാണ്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഏത് ലോഹമാണെങ്കിൽ പോലും ഈ മെഷീൻ കൊണ്ടുവച്ച് വളരെ വേഗം അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിലെ അഴുക്കുകൾ കളയാൻ പറ്റും. അതായത് നമ്മളുടെ ഒറിജിനൽ മെറ്റീരിയലിന് ഒരു കേടുപാടും വരുത്താതെയാണ്, മലിനീകരണവും ഉണ്ടാക്കാതെയാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ, വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ പറയാം. വെൽഡിങ്.
ഈ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഇരുമ്പുകൾ അറിയാമല്ലോ, എവിടേക്കോ ഇട്ടിരിക്കുന്ന ഇരുമ്പാണ് നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ നമ്മളുടെ ഫാക്ടറിയിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് പലയിടത്തും തുരുമ്പ് ബാധിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വെൽഡർ എന്താണ് ചെയ്യുന്നത്? സാൻഡ് പേപ്പറോ വല്ല ഇട്ടൊന്ന് പിടിച്ചിട്ട് അവിടെ അവൻ വെൽഡ് ചെയ്യും. പകരം ഈ മെഷീൻ ഉണ്ടെങ്കിൽ ഈ മെഷീൻ വെച്ച് നമ്മളുടെ ആ റോഡ് ഇല്ലെങ്കിൽ നമ്മളുടെ പ്ലേറ്റ് ഇല്ലെങ്കിൽ നമ്മളുടെ ആംഗിൾ എന്താണെങ്കിലും വളരെ കൃത്യമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് അതിലെ തുരുമ്പും അഴുക്കുകളും എല്ലാം നീക്കം ചെയ്തതിന് ശേഷം വളരെ സ്മൂത്ത് ആക്കിയതിന് ശേഷം അത് വെൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാലങ്ങളോളം നിലനിൽക്കും. കാരണം അവിടെ തുരുമ്പിൻ്റെ യാതൊരു അംശം പോലും ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ലേസർ ക്ലീനിങ് മെഷീൻ. ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. വലിയ വലിയ കമ്പനികളാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. നമുക്കിവിടെ ഈ ഒരു മെഷീൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഈ മെഷീൻ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള യൂണിറ്റുകളെ സമീപിച്ച് ഇല്ലെങ്കിൽ മോണ്യുമെന്റ്സിനെ സമീപിച്ച് അമ്പലങ്ങളെ, പള്ളികളെ, വലിയ വലിയ ബിൽഡിങ്ങുകളെയൊക്കെ സമീപിച്ച് അവരോട് നമുക്ക് കോൺട്രാക്റ്റ് എടുക്കാം. അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ഈ മെഷീൻ തരുന്നവർ നിങ്ങൾക്ക് തരും. അത് കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മൾ ഓൾറെഡി നമ്മളുടെ വീഡിയോയിലും ആ ക്ലീനിങ് കാണിച്ചിട്ടുണ്ട്. ആളുകൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് പല രീതിയിലും ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ഥാപനത്തിൽ ഈ മെഷീൻ ഇറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടോട്ട് ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾ വരുത്തി വേണമെങ്കിലും ചെയ്യാം. ഇനി അതല്ല, മൊബിലിറ്റി വേണമെങ്കിൽ നമുക്കത് അങ്ങോട്ട് കൊണ്ടുപോയി വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ മെഷീനെ കുറിച്ചാണ് കൃത്യമായിട്ട് ഞാനിവിടെ പറയുന്നത്. ബാക്കി സ്കോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യുകയാണ് വേണ്ടത്. ഇനി മെഷീൻ്റെ പ്രൈസിലേക്ക് കടക്കാം. പ്രൈസ് ഏകദേശം നമുക്ക് 3,50,000 തൊട്ട് ഒരു 5 ലക്ഷം, 6 ലക്ഷം, 8 ലക്ഷം, 10 ലക്ഷം, 12, 20 ലക്ഷത്തിനുള്ളിൽ നമുക്ക് ഒരു അടിപൊളി മെഷീൻ സ്വന്തമാക്കാൻ പറ്റും. എന്നാൽ സാധാരണഗതിയിൽ 3-4 പണികൾ ചെയ്യുന്ന 3-in-1 എന്നൊക്കെയാണ് അവർ പറയുന്നത്, ചെയ്യുന്ന ഒരു മെഷീൻ 3.5 ലക്ഷം രൂപ തൊട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യിക്കുക. കൃത്യമായിട്ട് ബിസിനസ് സ്റ്റഡി ചെയ്യുക. നിങ്ങൾക്കത് ഫ്രൂട്ട്ഫുൾ ആണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് മെഷീനുമായി മുന്നോട്ട് പോകാവുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് സമീപിക്കേണ്ടത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്ററിനെയാണ്. നമ്മളുടെ ജില്ലയിൽ എല്ലാ ജില്ലയിലുമുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. DIC എന്ന് നമ്മളുടെ ചാനലിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും. അതൊന്ന് കണ്ടു നോക്കുക. അവരുടെ പ്രോപ്പർ അഡ്രസ്സും ഓരോ ജില്ലയിലെയും പ്രോപ്പർ അഡ്രസ്സ് പോലും ഇമെയിൽ, മൊബൈൽ നമ്പർ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇത്തരത്തിലുള്ളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എനിക്കുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരും. കൂടാതെ ഏതാണ്ട് 30-35% വരെ മെഷീനിൽ പോലും സബ്സിഡി നിങ്ങൾക്ക് ലഭ്യമാക്കാൻ പറ്റും. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.